Hello my dear student, welcome back to Learn and Grow. Today we are going to discuss model question paper. Okay, Christmas examൻ്റെ model question paper ആണ് മലയാളം സെക്കൻഡിൻ്റെ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാത്തിമ തുരുത്ത് എന്ന പദ്യഭാഗത്തിലെ പ്രയോഗഭംഗി കണ്ടെത്തി ആശയം വിശദീകരിക്കാമെന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പൂക്കളോട് പൂക്കളെ തിരക്കുക എന്നതിൻ്റെ പ്രയോഗഭംഗി കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് എഴുതുക? പൂക്കളോട് പൂക്കളെ തിരക്കണം. ഈ പ്രയോഗം ഫാത്തിമ തുരുത്തിൻ്റെ നിഷ്കളങ്കതയെയും പ്രകൃതിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെയും വ്യക്തമാക്കുന്നു. പൂക്കളോട് തന്നെ പൂക്കളെക്കുറിച്ച് ചോദിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ പ്രകൃതിയുടെ സ്വച്ഛതയും നിഷ്കളങ്കതയും കവി അനാവരണം ചെയ്യുന്നു. അല്ലേ? എന്നുവെച്ചാൽ പൂക്കളെക്കുറിച്ച് പൂക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലേ? അപ്പോൾ ഈ ഫാത്തിമ തുരുത്തിലുള്ള പൂക്കളെക്കുറിച്ച് അറിയണമെങ്കിൽ പൂക്കളോട് ചോദിച്ചാലേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവൂ എന്നാണ് കവി ഇതിൻ്റെ ഈ ഒരു ലൈനിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം പ്രതികരണക്കുറിപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? റോഡ് മുറിച്ചു കടക്കുന്നു യാത്രക്കാർ ശ്രദ്ധിക്കുക, വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ചു കടക്കുന്നത് മൃഗങ്ങളാണോ? കാട് ആരത് എന്ന കവിതാഭാഗത്തെ മുൻനിർത്തി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. കാട് ആരത് എന്ന പദ്യഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ചു കടക്കുന്നത് മൃഗങ്ങളല്ല, മനുഷ്യരാണ്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് യാതൊരു പോറലും ഏൽക്കാതെ യാത്രക്കാർ ശ്രദ്ധിക്കണം എന്നുമാണ് ഇവിടെ ഈ നിർദ്ദേശ ബോർഡിലൂടെ പറയുന്നത്. കാട് ആരത് എന്ന പാഠഭാഗത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. കാട് എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയതല്ല, സ്വയം ഉണ്ടായതാണെന്നും അത് കാട്ടിലെ മൃഗങ്ങൾക്കും കാടിൻ്റെ മക്കൾക്കും ഉള്ളതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതൊന്നും വകവെക്കാതെയാണ് നാം കാടിനെയും കാട്ടിലെ ഓരോ സംഭവങ്ങളിലും ഉപയോഗിക്കുന്നത്. അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവിടെ മിയാവാക്കി വനം. മിയാവാക്കി വനം എന്ന് വെച്ചാൽ തരിശുഭൂമിയിലും ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ആശയം നടപ്പാക്കിയത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നമ്മളുടെ തരിശു ആയി കിടക്കുന്ന ഭൂമിയെ മിയാവാക്കി വനമാക്കി മാറ്റണമെന്ന ഒരു കത്ത് അയക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ അയക്കാം? ഓക്കെ, അപ്പോൾ ഇവിടെ കത്ത് എഴുതുന്ന ആൾ പ്രേഷിതർ അല്ലേ? അമൽ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി, AUP സ്കൂൾ കൊല്ലം. സ്വീകർത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ്, 6ാം വാർഡ് കൊല്ലം. വിഷയം മിയാവാക്കി വനത്തിൻ്റെ നിർമ്മാണം. ഓക്കെ, അപ്പോൾ സർ, നമ്മുടെ പഞ്ചായത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ മിയാവാക്കി വനം വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ല ഗുണമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നല്ല ഭംഗിയും അതുപോലെ തന്നെ ഓക്സിജനും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു വനങ്ങൾ എല്ലാവർക്കും കൗതുകവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിയാവാക്കി വനം സൃഷ്ടിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം മാനിച്ച് ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ. അപ്പോൾ ഇവിടെ അടുത്തതായി, എനിക്കൊരു പട്ട് സാരി മേടിച്ച് തന്നിട്ടെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും പറഞ്ഞേക്കാം. അല്ലേ? ഇവിടെ ഒരു കാർട്ടൂണാണ് കൊടുത്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുകയാണ് അല്ലേ? കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു തമാശ രീതിയിലാണ് ഈ ഒരു കുറിപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ എത്രമാത്രം വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മൾ തമിഴ്നാട്ടിനും അങ്ങനെയുള്ള പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർ എത്രമാത്രം അതിലൊക്കെ വിഷാംശം അടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മളുടെ ഓരോ വീട്ടുമുറ്റത്തും നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികൾ നടുക എന്നത് മാത്രമാണ് അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നാട്ടുജീവിതത്തിൻ്റെ ഓരങ്ങളിൽ അർത്ഥശൂന്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില നിരർത്ഥകരായ പ്രവർത്തനങ്ങൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥയിലും നാം കണ്ടു. അവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാവാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിണറ്റിൽ വീണ പൂച്ചയെ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് ആ ഒരു കഥ രചിച്ചത് ആരാണെന്ന് എഴുതണം അല്ലേ. അപ്പോൾ അക്ബർ കാക്കാട്ടിൽ രചിച്ച കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം. കഥാനായകൻ പ്രസംഗത്തിനായി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കിണറ്റിൽ പൂച്ച വീണതും പൂച്ചയെ എല്ലാവരും കൂടി കരകയറ്റിയ ശേഷം നാട്ടുകാരെല്ലാവരും പല വഴിക്ക് യാത്രയാവുകയും ചെയ്തു. അവിടെ പ്രസംഗം നടത്തുക എന്നുള്ളതും അത് കേൾക്കുക എന്നുള്ളതും ആയിരുന്നു ഏറ്റവും വലിയ ആവശ്യം. പക്ഷേ മറ്റൊരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും ആ പൂച്ചയെ കരകയറ്റാൻ ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. അത് വിജയിച്ച ശേഷമാണ് എല്ലാവരും അവിടെ നിന്ന് പോയത്. ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാവാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് ഇത്. നമ്മുടെ ജീവിതത്തിലും പല സമയത്തും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാറുണ്ട്. അപ്പോഴെല്ലാം നാം ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. അതിനുശേഷം മാത്രമേ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നമ്മൾ പോകേണ്ടതുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വായനാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിലും നടന്നിട്ടുണ്ടാവുമല്ലോ. നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്കൂളിൽ നടന്ന വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു എൻ്റെ എഴുത്തുകാരൻ എന്നത്. ഓരോ കുട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ 5 പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ എഴുത്തുകാരൻ എന്ന പരിപാടി. ഇവരുടെ സ്കൂളിൽ നടന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഞാൻ എൻ്റെ എഴുത്തുകാരനായി കണ്ടിരുന്നത്. ബഷീറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരോടും ചോദിച്ചറിഞ്ഞും വായിച്ചും ഞാൻ മനസ്സിലാക്കി. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നീ കഥകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. വളരെ രസകരമായും ഉപയോഗപ്രദവുമായ പരിപാടിയായിരുന്നു. ഏറ്റവും മികച്ച അവതരണക്കാർക്ക് സമ്മാനവും ഉണ്ടായിരുന്നു. സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവമായി ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ ഈ കുട്ടി ഇവിടെ ഈ വായനാ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ കഥ എഴുതുന്ന ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്തതായിട്ട് ഫാത്തിമ തുരുത്ത് അല്ലേ. ആരാണ് ഈ ഒരു പദ്യഭാഗം എഴുതിയിരിക്കുന്നത്? കൂരിപ്പുര ശ്രീകുമാർ അല്ലേ. അപ്പോൾ ഈ ഒരു പാദത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? തുരുത്തിനെ കുറിച്ചും അല്ലേ, ഫാത്തിമ തുരുത്തിനെ കുറിച്ചും അതിലത്തെ നിവാസികളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അഷ്ടമുടി കായലിലെ ഒരു ചെറിയ ദ്വീപായ ഫാത്തിമ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കവിതയുടെ ആദ്യ ഭാഗത്ത് തുരുത്തിൻ്റെ സൗന്ദര്യവും ശാന്തതയും വായനക്കാരിലേക്ക് എത്തിക്കാൻ കവി ശ്രമിക്കുന്നു. രാത്രിയിൽ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നതിലൂടെ, പൂക്കളോട് സംസാരിക്കുന്നതിലൂടെയും രാക്കിളികളുടെ പാട്ടിനൊപ്പം ചേരുന്നതിലൂടെയും കവി പ്രകൃതിയുമായി ഇണക്കിച്ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കൊപ്ലിമീനിനെ വലയിലാക്കുന്നതിലൂടെ കവി മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വരച്ചു കാട്ടുന്നു. മുള്ളുവേങ്ങങ്ങൾ മഴയെ പ്രതിരോധിക്കുന്നതും രോഗബാധിതരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുന്നതും തുരുത്ത് നിവാസികളുടെ കരുണയുടെയും സഹാനുഭൂതിയുടെയും പ്രതീകങ്ങളാണ്. സെപ്റ്റംബർ മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയും രാത്രിയിലെ തണുപ്പും വേനലിലെ കൊടും ചൂടും തുരുത്ത് നിവാസികൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തുരുത്തിലൊക്കെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും തണുപ്പാണെങ്കിൽ അതിതണുപ്പുമായിരിക്കും. എന്നിരുന്നാലും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. കവിതയുടെ അവസാന ഭാഗത്ത് കവി വായനക്കാരെ ഒരു ഭാവനാ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ദ്വീപ് പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. കാട് ആരത് അല്ലേ. കാട് ആരുടേത് എന്നാണ് കാട് ആരത് എന്നതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കറിയാം ആരാണ് ഈ ഒരു പദ്യം എഴുതിയിരിക്കുന്നത്. അവരുടെ തനതായ ഗോത്ര ഭാഷയിലാണ് അല്ലേ, ആദിവാസികളുടെ ഗോത്ര ഭാഷയിലാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. പ്രകാശ് ചെന്തളം എന്ന കഥാകൃത്താണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കാം. പ്രകാശ് ചെന്തളം ശ്രദ്ധേയ ഗോത്ര കവികളിൽ ഒരാളാണ് പ്രകാശ് ചെന്തളം. കാസർഗോഡ് ജില്ലയിലെ ബള്ളാൾ അത്തിക്കടവിൽ 1991 ജനിച്ചു. പ്രകാശ് മലവേട്ടുവ ഭാഷയിലാണ് കവിത എഴുതുന്നത്. മലവേട്ടുവ എന്ന ഭാഷയിലാണ് ഇദ്ദേഹം കവിതയൊക്കെ എഴുതുന്നത്. അതിപുരാതന ഗോത്ര വിഭാഗമായ മലവേട്ടുവരുടെ ഭാഷ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ കവി.
പ്രകാശ് ചെന്തളം എന്ന ഗോത്രകവി രചിച്ച ഈ കവിത ആദിവാസി സമൂഹത്തിൻ്റെ കാടിനോടുള്ള അഭേദ്യമായ ബന്ധത്തെ വരച്ചു കാട്ടുന്നു. വീണ് മുളച്ചത് ചാഞ്ഞു മുളച്ചത് എന്ന കാട് അങ്ങനെ എന്ന വരികൾ കാടിൻ്റെ സ്വാഭാവികതയാണ് എടുത്തു കാട്ടുന്നത്. കാടിനെ ഒരു ജീവൽ വസ്തുവായി കണ്ട അതിൻ്റെ ഭാഷ, മണം, പാട്ട്, കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കവി പറയുന്നു. മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി വളരുന്ന കാടിൻ്റെ ചിത്രമാണ് ഇവിടെ കവി വരയ്ക്കുന്നത്. പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്, കിളികൾ പാടും എന്ന വരികളിൽ കാടിൻ്റെ സംഗീതഭാവം പ്രകടമാവും. അപ്പോൾ പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നമ്മൾ കാട്ടിലോട്ട് ഇങ്ങനെ പോയാൽ നമുക്ക് കിളികളുടെ പാട്ടും ഒക്കെ കേൾക്കാനാവും അല്ലേ? പ്രകൃതിയുടെ ശബ്ദങ്ങളും കിളികളുടെ പാട്ടും ചേർന്ന് കാട് ഒരു സംഗീതമയമായ അനുഭവമായി മാറുന്നു. കാട്ടുമക്കൾ ഉറങ്ങിയ കാട്, വളർന്ന കാട്, പോറ്റിയ കാട് എന്നീ വരികൾ കാടും ഗോത്രജനതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. കാട് അവർക്ക് അഭയവും ഭക്ഷണവും നൽകുന്നു. കാട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വളർന്ന കാട് ഇന്ന് കൺകാഴ്ച മാത്രം. ഇപ്പോൾ വളർന്ന കാടിന്ന് കൺകാഴ്ച മാത്രം എന്ന് വെച്ചാൽ എന്ന വരിയിൽ കാടിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് പ്രകടമാക്കുന്നത് അല്ലേ? മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം കാട് നശിക്കുന്നതിനെക്കുറിച്ചും അത് ഗോത്രജനതയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ആശങ്കയാണ് ഈ വരികളിലൂടെ നിഴലിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാള സെക്കൻഡിലെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ